Hello guys, welcome back to my YouTube channel and this is me Amelia. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. സാധാരണ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല ഗൈസ്, ഞാൻ ഈ വീഡിയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ വളച്ച് കെട്ടാൻ ഞാൻ കാര്യം പറയാം. എനിക്കൊരു ഡ്രോയിങ് ബുക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്കൂളിലത്തെ ബുക്കാണ്, സ്കൂളിലത്തെ ഡ്രോയിങ് അല്ല, സ്കൂളിലത്തെ നോട്ട് ബുക്ക്. അത് ഞാൻ ഡ്രോയിങ് ബുക്കാക്കി മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ ഞാൻ കുറേ പടങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോവാണ്. കുറച്ചൊക്കെ ഹാഫ് പേജസൊക്കെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാ പേജും ചെയ്തില്ല. ഹാഫ് പേജസൊക്കെ ഞാൻ നമ്മുടെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പേജസൊക്കെ നമ്മുടെ സാധാരണ സ്കെച്ച് ഡബിൾ സൈഡ് മാർക്ക് വെച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഇനി കാണിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നമ്മൾ സ്കെച്ച് വെച്ചിട്ട് ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, ഇപ്പം ഞാൻ നേരെ കാണിക്കാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടാത്തതിനും കമൻറ്റ് ചെയ്യും, എനിക്ക് വിഷമം ആവത്തില്ല ഗൈസ്. ഓക്കെ, ഇപ്പം ഞാൻ 1ാം ക്ലാസ്സിലായപ്പോൾ ചെയ്ത്, അതുകൊണ്ട് കുറച്ച് തട്ടിക്കൂട്ടി ചെയ്തു ഗൈസ്. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇത് ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇത് പിന്നെ ഒരു ഗ്രീൻ തീം പോലെ, ഇത് എന്താ പ്ലെയിൻ പോലെ ജസ്റ്റ് ഗ്രീൻ കളർ കൊടുത്തതേ ഉള്ളു. ഇത് എന്തോ ഒരു സാധനം, എനിക്ക് പോലും അറിയില്ല. ഈ യെല്ലോ സാധനം എന്താ സണ്ണാണോ അതോ മണ്ണാണോ എന്നറിയില്ല. സണ്ണിൽ ട്രീ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നല്ലതായിട്ട് വന്നതായിരുന്നു, പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ് അടിച്ചു പോയി. പക്ഷെ അതിവിടെ കാണുന്നുണ്ട്, അതെനിക്ക് പ്രശ്നമായെന്ന് തോന്നുന്നു. ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഫ്ലവറാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് റേറ്റ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ്, നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് റേറ്റ് ചെയ്ത് തന്നെ, ഞാൻ ബുക്ക് സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ആൾ റേറ്റ് ചെയ്ത് തന്നതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മിസ്റ്റേക്കില്ല, ഞാൻ കറക്റ്റാക്കി വരച്ചിട്ടുണ്ട്. അതൊരു ഫ്ലവറാണ് ഗൈസ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. കുറേ പീപ്പിൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടീനെ പോലെ എനിക്കും ആവണം, കാരണം ഞാനും ഒരു ചെറിയ കുട്ടിയല്ലേ. പിന്നെ എനിക്ക് പ്രവീൺ പ്രണവും ചട്ടമ്പീസും പുള്ളോത്തിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ, നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ചാനൽ. അപ്പോൾ മൃദുല ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ, അപ്പം ഞാൻ എൻ്റെ അന്വേഷണ വീടാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വരച്ചത് ഒരു സണ്ണാണ്. ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് അവൾ റേറ്റ് ചെയ്ത് 30 എക്സലൻ്റ് എന്നാണ് കേട്ടോ അവൾ റേറ്റ് ചെയ്തത്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ തട്ടിക്കൂട്ടിലാണെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത് ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ ഒരെണ്ണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അംബ്രല്ലയുടെ ഷേപ്പ് പോലെ ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കോട്ട് എഴുതിയാൽ വായിച്ച് കാണിക്കാം. Wow, see so beautiful leaves in the branches. I like the leaves, so nice green color. ഞാനിത് എപ്പോഴാണ് ചെയ്ത് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇത് നമ്മുടെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടോ, റെയിൻബോ അങ്ങനത്തെ. ഇത് സ്കൈൻ്റെ, ഇത് ഞാൻ വായിച്ച് കാണിപ്പിക്കാം. Wow, see this beautiful sky. I like blue color. See the nice birds. Say you like this or no, I think so, you all are the sky. എന്തൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടോ. ഇത് നമ്മുടെ കളേഴ്സാണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, അതൊക്കെ കളേഴ്സാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിവിടെ ബ്ലൂ കളറാണ്, 2 സൈഡ് ബ്ലൂ കളറുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അംബ്രല്ലയുടെ കട്ടല്ല, ചുമ്മാ അംബ്രല്ലയുടെ കളറിങ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഞാൻ നോക്കി വെച്ചിട്ട് കളറിങ് ചെയ്ത. പിന്നെ ഇതെന്തോ ആണ്, ഇത് ഞാൻ വാങ്ങിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഇത് സ്കൈയും ഉണ്ട് സ്റ്റാറും ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. Wow, see the beautiful sky and stars കേട്ടോ. So nice yellow stars. I love the stars. I wish I will go to the sky to do like the sky and stars. എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്, സ്കൈനെ പോലെ ചെയ്യാനോ. പിന്നെ ഇത് എനിക്ക് കാര്യമായിട്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇവിടെ ലീവ്സിനാണ് കേട്ടോ എഴുതിയത്, ഇവിടെ കുഴപ്പമില്ലാന്ന് വന്നിട്ടുണ്ട്. അടുത്തത് വേറെ ഇതൊരു വലിയ സാധനം വായിക്കാൻ ഗൈസ്.
ഞാൻ പെട്ടെന്ന് വായിച്ചു കണ്ടിക്കാം. ഇത് 4 സൈഡ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, 4 സൈഡ് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ കബോർഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. ഇത് ഞാൻ വായിച്ച് കണ്ടിക്കാം. Wow, see the flowers, it is so nice. I like the pink and yellow color. Today I am wearing pink and yellow dress. Which dress you were telling me and saying that my sister is also wearing pink and yellow dress. I like this color. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ദിവസം പിങ്കും യെല്ലോ അല്ല ഡ്രസ്സ് ഇട്ട ഗൈസ്. എനിക്ക് പിങ്കും യെല്ലോ ഡ്രസ്സില്ല, ഒരുമിച്ച് പാൻറ്റും ഡ്രസ്സും ഒക്കെ. അടുത്തത് ഇത് എന്താ ബനാനയുടെ അതാ, ഞാൻ കേൾപ്പിക്കാം. Wow, so nice bananas, so nice bananas, yellow color and green leaf. Banana is a fruit of vegetable. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടോ. പിന്നെ ഇവിടെ യെല്ലോ എന്ന് എഴുതി വെച്ച് ഇത് തട്ടിക്കൂടില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ വേറെ കുറേ ഞാൻ ഡ്രോയിങ്സും ചെയ്തിട്ടുണ്ട് വേറെ ബുക്കിലും. അത് ഞാൻ നല്ല ചെയ്ത് അത് ഞാൻ അടുത്ത കുറേ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഹൗസിന് എഴുതിയൊരു ഡിസൈൻ പോലെ ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു നമ്മുടെ എന്താ ഓയിൽ പേസ്റ്റ് വെച്ച് ചെയ്തപ്പോൾ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇതെന്താ, എനിക്ക് പോലും അറിയില്ല, ഞാൻ ചുമ്മാ വരച്ച. എന്നെ നിക് നെയിം ആണ് കേട്ടോ, ആമി സൺവൽ എന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേരും. ഓക്കെ, അപ്പം ഞാനിവിടെ എന്തൊക്കെയോ ആക്കി വെച്ച് ഇതെന്താന്ന് പോലെ ഇന്ന് കുട്ടിയാണോ ജനിച്ച് അങ്ങനെ കുട്ടി, എനിക്ക് പോലും അറിയില്ല. ഇനി ഇത് വേറെ ഒരെണ്ണം, ഇതും പൊട്ടയായിട്ടുണ്ട്. ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ, ഇതും പൊട്ടയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ ബ്ലാക്ക് മരം, ബ്ലാക്ക് ചെടി, എന്താ ബ്ലാക്ക് ഓറഞ്ച് ആകാശമൊക്കെ ഉണ്ടോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ സാധാരണ ബ്ലൂ വെള്ളം. പിന്നെ ഇതും എന്താ നിങ്ങൾക്കറിയില്ല, ഞാൻ അടുത്ത് വെച്ച് കാണിച്ചാൽ. ഇതെന്താണ് എനിക്ക് പോലും അറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇത് മനസ്സിലായി, നമ്മുടെ ലീവ്സിൻ്റെ അത്. പക്ഷേ ഈ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഇതെന്തോ ആണ്, ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ഞാൻ ചുമ്മാ ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്തോ കമൻറ്റോ അങ്ങനെ. പിന്നെ ഇതെന്താ തെങ്ങും എന്തൊക്കെയോ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതും മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. ഇത് വൈഡ് എന്താ ഗൈസ്, എന്തൊക്കെ സാധനമാണ് ഇത്, എന്നെ സമ്മതിക്കണം കേട്ടോ. എന്താണ്ടേ ഓയിൽ പേസ്റ്റ് തൊട്ട് എൻ്റെ കൈ നോക്ക്, കുറേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ്ടേ അടുത്തത്. ഇനി ഇത് ലാസ്റ്റ് ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ നമ്മുടെ സ്കെച്ചിൻ്റെ അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി കാണാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഓയിൽ പേസ്റ്റിൻ്റെയാണ്. ഇനിയാണ് നമ്മുടെ ഡ്രോയിങ് ഓഫ് സ്കെച്ച്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു നേച്ചർ തീം പോലെയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഈ സൂര്യൻ്റെ ഇത് ഇങ്ങോട്ട് ഒളിക്കുന്ന പോലെ സ്കൈ ഉണ്ട്. പിന്നെന്താ ഒലിമരം പോലെ വരച്ചിട്ടുണ്ട്, ചെടി വരച്ചിട്ടുണ്ട്, പിന്നെ പുല്ല് വരച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാം വരച്ചിട്ടുണ്ട് ഇതിൽ. അടുത്ത് ഞാൻ അണ്ടർ വാട്ടറാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് അപ്പ് ഓഫ് അണ്ടർ വാട്ടറായി പോയി. തോണിയൊക്കെ നിൽക്കുമ്പോൾ മേളിലല്ലേ വാട്ടർ, അപ്പോൾ അത് കുളമായിട്ടുണ്ട്. പിന്നെ ഇത് കാസിൽ ഇൻ ദ സ്കൈ ആണ് കേട്ടോ. ഇത് കാസിൽ ഇൻ ദ സ്കൈ ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കാരണം എനിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കൊട്ടാരം കാസിൽ കൊട്ടാരമല്ലേ, അപ്പോൾ കൊട്ടാരം ഞാൻ വരയ്ക്കാൻ നമുക്ക് വീടായി, അത് സാരിയില്ല കേട്ടോ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഇടയിലായതുകൊണ്ട് ഒരു കളർ തന്നെ ആയതുകൊണ്ട് അത്ര മനസ്സിലാകത്തില്ല, അപ്പോൾ അത് സാരിയില്ല. പിന്നെ ഇത് നമ്മുടെ സൺസെറ്റാണ് കേട്ടോ. കറക്റ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് മരം, പിന്നെ ആ ചെറിയ ബ്ലാക്ക് ചെടി, പിന്നെ ഓറഞ്ച് സ്കൈ, പിന്നെ ഇതാണ്ട് സണ്ണ്, അതെല്ലാം കറക്റ്റാക്കി വരച്ചു. ഇത് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ ഇൻ ദ ഹൗസ്. ഓക്കെ, ഇത് സ്റ്റാർസ്, ഇത് സ്കൈ, ഇത് നമ്മുടെ ഹോട്ട് എയർ ബലൂണ്, ഇത് വീട്, ഇത് മരം. ഇത് നല്ല പനി കണ്ടിട്ട്, അതുകൊണ്ട് നല്ല വോയിസിൻ്റെ പ്രശ്നമുണ്ട്, തൊണ്ടവേദനയും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ബീച്ചിൻ്റെ സൈഡ് പോലെ, ബീച്ചും നേച്ചറിൻ്റെ സൈഡാണ്. ഇത് നമ്മുടെ തെങ്ങ്, പിന്നെ തെങ്ങിൻ്റെ കൂടെ തന്നെ മറ്റേത് എന്താ പറയുക, എന്താ ഇത് എന്തേലും ആട്ടെ, ഈ യെല്ലോ സാധനം എന്താ തെങ്ങോ
കരിക്ക് വെള്ളം, ആ കരിക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. തെങ്ങിന്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് വെള്ളവും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം വാഴയുടെ സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ വാഴയുടെ സിനിമ. നല്ല ചിരിച്ച് ഒരു പരിവായിട്ടുണ്ട്. പിന്നെ ഇത് പാർക്ക്. ഞാനിവിടെ ഊഞ്ഞാല് വരച്ച് പാർക്കെന്ന് എഴുതി. സോഫയല്ല ചെയർ വരച്ച്. പിന്നെ എന്താ സ്ലൈഡ്, സീസർ, അങ്ങനെ എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കുവൈറ്റിലത്തെ സിറ്റി സെൻറ്റർ പോലെ. ഇത് മോൾ 1 താഴത്തെ ഗ്രൗണ്ടിൽ. ഇവിടെ ഷോപ്പിംഗ് ഏരിയ. ഞാൻ ഇവിടെ ഷോപ്പിംഗ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ കുറേ ഉടുപ്പുകളുണ്ട്, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷൂസ് ഉണ്ട്. പിന്നെ ബാത്റൂം വരെ. ഇതാണ് ഇവിടെ ബോയ്സ് ബാത്റൂം, ഗേൾസ് ബാത്റൂം വരെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി മേളിൽ പോകുമ്പോൾ ഇവിടെ മേളിലൊരു ട്രെയിൻ പോലത്തെ ഒരു റൈഡ് ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ് പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഡ്രസ്സിങ് റൂം എത്തും. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് ഇവിടെ ഒരു ഊഞ്ഞാലും ചെയറും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ. ഓക്കെ. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും സാരിയില്ല. ഇത് ശരിക്കും ഒരു നേച്ചർ അങ്ങനത്തെ ടീം തന്നെയാണ്. പിന്നെ ഇതെൻ്റെ കുവൈറ്റാണ് കേട്ടോ. ഇത് 2 ബിൽഡിങ്സ്. ഇവിടെയും 3 ബിൽഡിങ്സ്, 2 മരം, ചെടി, പിന്നെ സൂര്യൻ എല്ലാം ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് ഇതെന്ന് പറയണത് എനിക്ക് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ. ഇത് നേച്ചറാണ്. നിങ്ങൾ പറയണ്ട ഗൈസ്. ഇത് നേച്ചർ തന്നെ. ഇവിടെ ഒലിമരം വരച്ചിട്ടുണ്ട്, ചെടി വരച്ചിട്ടുണ്ട്. പിന്നെ മലേനെ ഇങ്ങനെ താഴെ വരുമ്പോൾ ഒരു വീട് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു മലയും വരച്ചിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ റെയിൻബോ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ റെയിൻബോ ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ക്ലൗഡ്സിൽ ഇരിക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ ഒരു തീമാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് ചിത്രം. ഇതെന്ന് പറയുന്നത് കുവൈറ്റിൽ കാണില്ലേ, കുവൈറ്റിലുള്ളവർ കാണില്ലേ, ഇങ്ങനെ റോഡിൽ നിന്ന് പോകുമ്പോൾ, ചെരിഞ്ഞുള്ള റോഡിൽ നിന്ന് പോകുമ്പോൾ സൈഡിൽ പുല്ല് കാണും. ഞാൻ മുകളിലും ഇവിടെയും പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പുല്ല് കാണും. പിന്നെ മറ്റേ ലൈറ്റ് ഞാൻ ക്യാമറയിൽ നോക്കണേ. ലൈറ്റ് കാണും, ഇങ്ങനത്തെ ലൈറ്റ്സ് കാണും. പിന്നെ വയറിങ്ങനെ തൂക്കിയിട്ട് കാണും. അങ്ങനെ അതും വരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എൻ്റെ ഈ ഒരു ബുക്കിൽ വരച്ച എല്ലാ ഡ്രോയിങ്സും കൂടെ കൂട്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റേ ഓയിൽ പേസ്റ്റിൽ ചില എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.